ചേട്ടാ ഇലക്ഷനാണ്. ഏത് പഞ്ചായത്തിലെ വോട്ടറാ? രാമങ്കരി പഞ്ചായത്ത്. രാമങ്കരി ഇത്തവണ എന്താവും? രാമങ്കരി ജനങ്ങളോട് താല്പര്യമുള്ളവർ ജയിക്കും, അല്ലാതെ ഇന്ന പാർട്ടി ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ആരൊക്കെ വന്നു പോകുമ്പോഴും കുട്ടനാടിൻ്റെ ജനകീയ പ്രശ്നങ്ങൾ അത് ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു. നമ്മൾ ഈ കാണുന്ന കടകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ AC റോഡിൻ്റെ നിർമ്മാണം ഒരു കാലത്ത് വളരെ സജീവമായിരുന്ന, ഒരുപാട് പേർക്ക് വരുമാനം കിട്ടിയിരുന്ന ഒരു സ്ഥാപനങ്ങളൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ അടച്ചിട്ടൊരവസ്ഥയാണ്. കാരണം AC റോഡിൻ്റെ നിർമ്മാണത്തിലേക്ക് വന്നപ്പോൾ അത് ഒരു വലിയ തോതിൽ ആളുകളെ ബാധിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. എന്തായാലും റോഡിൻ്റെ നിർമ്മാണം വേണം, റോഡ് നിർമ്മാണം വളരെ അത്യാവശ്യമുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ജനകീയമായി ഉന്നയിക്കപ്പെടുന്ന, പ്രദേശവാസികൾ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ ഒക്കെ കൂടി, പ്രത്യേകിച്ച് ഈ റോഡിൻ്റെ വീതി അടക്കമുള്ള പ്രശ്നങ്ങൾ ഒക്കെ, AC കനാൽ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്നു. അപ്പം അത്തരം വിഷയങ്ങളൊക്കെ കൂടി സജീവമായി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രദേശവാസികളുടെ അവരാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വിക്റ്റിമാകുന്ന ആളുകൾ അവരാണ്. അപ്പോൾ അവരെ കൂടെ കണക്കിലെടുത്ത് പോകണമെന്നുള്ളതാണ് ഇവർക്ക് നമ്മളോട് പറയാനുള്ളത്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊന്നും ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്. ആര് ജയിക്കും ആര് തോക്കുന്നാണോ, അങ്ങനെയാണോ ചോദ്യം? അതെന്തായാലും അതിപ്പോ നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ലല്ലോ. അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല, അറിയോ? അതൊക്കെ നമ്മുടെ രഹസ്യമല്ലേ, നമ്മൾ ആർക്ക് വോട്ട് ചെയ്യും? നമ്മൾ വഴിയേറും ഇരിക്കുന്ന അത് പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ലോ. അതിലൊന്നും നമ്മുടെ രഹസ്യമല്ലേ, അല്ലേ? നമ്മൾ നമ്മുടെ അവകാശമല്ലേ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുക? അരിയായിട്ടിരിക്കുമ്പോൾ നമ്മളതൊന്നും പുറത്തു പറയാൻ പറ്റത്തില്ലോ. പറയാൻ പാടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിക്കാം, അല്ലേ? നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസരമല്ലേ അത് പറയാം. അത് നല്ല കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ ഉണ്ടാവണം, അങ്ങനെയുള്ളവർ ആരെങ്കിലും ജയിക്കണമെന്നാണ്. നന്നായിട്ട് ചെയ്യുന്നത്. വഴിയൊരു കച്ചവടം നടത്തുന്ന ഒരാളല്ലേ, എന്താ ആവശ്യം? എല്ലാ ആവശ്യവും ഉണ്ട്. വഴിയല്ല, ഈ അകത്തോട്ടുള്ള വഴി കിടക്കുന്നതാണല്ലേ, ഒരു മനുഷ്യൻ നടന്നു പോകാൻ മേലാത്ത അവസ്ഥയല്ല. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ കണ്ടോ, അങ്ങോട്ട് SNDP ഉണ്ട്, അങ്ങോട്ട് കിടക്കുന്നത്. അക്കരെ ഇത്രക്കേരി വഴി, ഒരു വഴികളും ഇല്ല. ഇപ്പം തന്നെ റോഡ് വികസനം വന്നു, റോഡ് ഒതുങ്ങിയതല്ലാതെ റോഡിന് വീതി കൂടിയിട്ടില്ല. അല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല. അപകടങ്ങൾ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ, ഇത് തന്നെ കളിയിൽ ഇത്രയേ ഉള്ളൂ. മനസ്സിലൊരു രോഷമുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷേ റോഡ് ഒരു വലിയ പ്രശ്നം തന്നെയല്ലേ കുട്ടനാട്ടിൽ? എപ്പോഴും റോഡ് ഒരു വലിയ പ്രശ്നം. പ്രശ്നമെന്ന് പറഞ്ഞില്ല, ഇത് നമ്മൾ റോഡ് ഇപ്പം സർക്കാർ പണിതെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഒട്ടും വീതിയില്ല, പഴയാലും വീതി കുറഞ്ഞു റോഡിന്. ഈ അപകടങ്ങൾ ഡെയിലി അപകടം ഇല്ലാത്ത, ഒരു മരണമില്ലാത്ത ഒരു ദിവസങ്ങളും ഉണ്ടോ? ആക്സിഡന്റ് ഇല്ലാത്ത ദിവസങ്ങളില്ല ഇപ്പം നമ്മുടെ റോഡിൽ. മഷി തവണ ആർക്ക് വോട്ട് ചെയ്യും? വോട്ട് ചെയ്യുന്നത് ചോദിക്കുന്നില്ല. എങ്ങനെയുണ്ട് ഇലക്ഷൻ? എവിടുന്ന ഈ നടന്നു വരുന്നത്? ഞാൻ മുട്ടാറുകാരത്തിയാ. എന്താ അവസ്ഥ? ആരും വീട്ടിലൊന്നും വന്നൊന്നുമില്ല, ആരും വന്നില്ല. ഞങ്ങൾക്ക് വഴി ഒന്നും ഇല്ലാത്ത കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ ആരും വന്നിട്ടില്ല. മുട്ടാർ പഞ്ചായത്തിൽ ഏത് വാർഡാണ്? 4-ാം വാർഡ്. വഴിയില്ല അവിടെ? വഴിയില്ല. വേറെ എന്തൊക്കെയാണ് വേറെ വിശേഷം? ആരാണ് മുട്ടാർ ഇപ്പൊ നിലവിൽ ഭരിക്കുന്നത്? ആരോ 3 പേര് നിപ്പോണ്ടെന്ന് പറയുന്ന കേട്ടു. അല്ല, മുട്ടാർ പഞ്ചായത്ത് കോൺഗ്രസ് ആണോ BJP ആണോ അതോ CPM ആണോ ഭരിക്കുന്നത്? നേരത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റും ഉണ്ട്, രണ്ടുപേരും ഉണ്ട്. കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് പൈപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് വെള്ളം കോരാൻ ബുദ്ധിമുട്ടാണ്. ഇന്നാണ് കുടിക്കാൻ വെള്ളം ഇല്ല, ഇന്ന് കുടിക്കാൻ വെള്ളമില്ല. പിന്നെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് മേടിക്കണം, അനിയൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ച് വേണം ഇന്ന് ഞങ്ങൾക്ക് കുടിക്കേണ്ടത്. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേര് പറയുന്നു AC റോഡ്, ഇവർ ഒരുപാട് സമരം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. AC റോഡിലെ വിഷയങ്ങളും നെല്ലും തെരഞ്ഞെടുപ്പായി. എന്താകും? എന്തായാലും ഇപ്പോൾ AC റോഡിൻ്റെ വിഷയം തന്നെ നമ്മൾ ഉന്നയിക്കപ്പെട്ട വിഷയത്തിന് വിപരീതമായ രീതിയിൽ തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫുട്പാത്തിൽ കൂടെ തന്നെയാണ് ഇപ്പം അങ്ങോട്ട് ഈ പൈപ്പ് ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൈപ്പ് ലൈൻ യഥാർത്ഥത്തിൽ പോകേണ്ടത് വെള്ളത്തിനടിയിൽ കൂടെ സുന്ദരമായിട്ട് കടത്തിക്കൊണ്ട് പോകുന്നതാണ്. ഇത് പണിതിട്ട് വീതിയില്ലാത്ത റോഡിൻ്റെ അവിടെ വീതി കുറച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ശരിക്കും ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് കടക്കും. കാരണം സ്വാഭാവികമായിട്ട് ഈ ഒരു ഇങ്ങനെ അങ്ങ് എടുത്ത് വെക്കാൻ നേരം സംഭവിക്കാൻ പോണത് ഇതിനപ്പുറത്തേക്ക് പിന്നെ ഒരു എക്സ്റ്റൻഷൻ ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പം ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇതിനകത്ത് തന്നെ ആയിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്നത്. അതായത് പൈപ്പ് ലൈൻ പോകേണ്ടത് ഇപ്പുറത്തെ സൈഡിൽ കൂടിയാണ്, വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റുന്നത്. ഇതിന്റെ അടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അടുത്തിരിക്കുന്ന കടക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ റോഡിന്റെ വീതി കുറയുന്ന രീതിയാണ് വീതിയും പോകുന്നത്. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുട്പാത്തിലേ വെക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലമില്ല, ഈ സൈഡിൽ സ്ഥലമില്ല. ആ മരം വെട്ടി മുഴുവൻ കളയേണ്ടി വരും. അപ്പോൾ ഇത് വളരെ അശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ പേരിനകത്ത് പോലും വികസനമില്ല. സാധാരണ അത് വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ അർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. അതുപോലും ഇല്ലാതെ ഉള്ള റോഡിൻ്റെ വീതി കുറച്ചുള്ള ഒരു സംവിധാനമാണ് വികസനം എന്ന രീതിയിൽ വന്നിരിക്കുന്നത്. ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുന്നുള്ള യാഥാർത്ഥ്യം.
അതാണ് അവസ്ഥ. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവര് പേരെങ്ങനെയൊന്നും പറയും. എൻ്റെ പേര് PR സതീശൻ എന്നാണ്. ഇവിടെ നെൽകർഷക സംരക്ഷണ ബോർഡ് വർക്കിംഗ് പ്രസിഡന്റാണ്. ജനകീയ പ്രതിരോധ സമിതിയുടെ താലൂക്ക് സെക്രട്ടറിയാണ്. അതെ, ഈ AC റോഡിന്റെ അല്ലേ? അതെ അതെ അതെ. അതാണ് AC റോഡുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ആളുകളാണ് ഇവര്. ഇപ്പോഴും ആ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടാതെ അങ്ങനെ തന്നെ പോകുന്നു. എത്ര മരണം ഉണ്ടായിട്ടുണ്ട് ഇവിടെ? ഇവിടെ ഇപ്പം 14 മരണങ്ങൾ ഇതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഈ രാമങ്കരി ഈ ഭാഗത്ത് മാത്രം 14 മരണങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുള്ള ഇടങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പം പിന്നെ ഈ മാമ്പഴക്കരി ഭാഗത്ത് തന്നെ 3 രാമങ്കരിക്ക് മാമ്പഴക്കരിക്ക് ഇടയ്ക്ക് തന്നെ 3 മരണം സംഭവിച്ചാലാണ് ശരിക്കും. അങ്ങോട്ട് എല്ലാ ഭാഗത്തും അത് തന്നെയാണ്. കാരണം വീതി കുറവല്ലേ. ഇപ്പോൾ ഒരു ഫുൾ സിംഗിലായി കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ വിഷയമാണ് ഉണ്ടാകുമ്പോൾ. കാരണം ഇപ്പം ടോറസൊക്കെ അവരുടെ ട്രെയിലർ വരാനുണ്ട്, ടോറസ് വലിയ വരാനുണ്ട്. ഇപ്പം 3 മണിക്ക് 10 മണിക്കൊക്കെ ടോറസ് നിർത്തിയിടണമെന്നല്ല പറഞ്ഞത്. എവിടെ കൊണ്ട് നിർത്തിയിടുക? അവിടെ വണ്ടി നിർത്തിയിടണമല്ലോ. ഇപ്പം എങ്ങനെ ഓവർടേക്ക് ചെയ്യും? എന്താണ് അവസ്ഥ? എന്താണ് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് ഇവർക്ക് ഒരു ബോധമില്ലേ? സാമാന്യ യുക്തി ഉണ്ടെങ്കിൽ ചിന്തിക്കാവുന്ന കാര്യമുള്ളല്ലോ ഈ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അതാണ് രാമങ്കരിക്കാർക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം ഇവിടെ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഉയർന്നു നിൽക്കുകയാണ്. വെള്ളക്കെട്ട് പരിഹരിക്കാനാണ് ഇവിടെ റോഡ് പ്രധാനമായും ഈ റോഡിന്റെ ഗതാഗതം തടസ്സപ്പെടുന്ന മഴക്കാലത്ത് വെള്ളവും പ്രശ്നങ്ങളുമായിട്ടാണ്. വെള്ളക്കെട്ട് പരിഹരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല, വെള്ളക്കെട്ട് റോഡിൽ വെള്ളമാണ്. ഞങ്ങൾക്ക് ഉടനെ വണ്ടി കിടക്കാൻ പറ്റില്ല. അപ്പോൾ മഴ പെയ്ത റോഡിൽ 2 സൈഡിലും വെള്ളം, റോഡ് നടു മാത്രമേ പൊങ്ങി വയ്ക്കും. പുതിയ റോഡിൽ വെള്ളമാണ്. പുതിയ റോഡ് വെള്ളമാണ്. മഴ പെയ്താൽ വെള്ളം ഒഴി ഓടലോട്ട് വെള്ളം ഒഴുകി പോകണില്ല. ആ വണ്ടിക്ക് 250 വെറ്റി കൊടുത്തിരിക്കുക. 250 ഇപ്പം വെഹിക്കിൾ കൊടുത്തിരിക്കുക. ഇപ്പം കൊടുത്തോ? എന്തുകൊണ്ട് കൊടുത്തു? വഴിക്ക് വീതി കഴിഞ്ഞോണ്ടല്ലേ? കണ്ടോ സൈഡ്? ഇതൊക്കെയാണ് ഇവിടുത്തെ കുഴപ്പം. വഴിക്ക് വീതിയില്ല വന്നപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും. നമ്മളെവിടെ പാർക്ക് ചെയ്യുന്നു? നിങ്ങളുടെ വണ്ടി കൂടെ ഒരു കാർ ഇവിടെ ഏതെങ്കിലും സൈഡ് കൂടെ ഇടാൻ പറ്റുമോ? നമ്മൾ ഓടി വരുന്ന വണ്ടിക്ക് നമ്മൾ എതിർ ദിശയിൽ വരുന്ന വണ്ടി എങ്ങോട്ട് ഒരു ഇടിക്കാൻ വരുമ്പോൾ എങ്ങോട്ട് പോകും? ഈ ഓട കാരണം നമ്മൾ എങ്ങോട്ട് പോകും? അത് ഏറ്റവും കൂടുതൽ വരുന്നതും ഇവിടെ ഏറ്റവും കൂടുതൽ ബൈക്ക് ആക്സിഡൻറ്റ്. വണ്ടിയെല്ലാം ഇടിക്കുന്നതല്ല, ഈ ഓട ഇതേ കയറിയ ഇടിച്ച് മറിഞ്ഞ് തല പൊട്ടുക, എല്ലാവരും മരിച്ചു പോവുക. ജീവനോട് ആരെയും കാണുന്നില്ല ഞങ്ങളാരും. ഇവിടെ തന്നെ ഇതുമാത്രം അപകടം ഉണ്ടാകുന്നു. ഈ റോഡിൻ്റെ പണി കാരണം മാത്രം മോശം പണി. നമ്മളിപ്പോൾ ഉള്ളത് രാമങ്കരി 4-ാം വാർഡിലാണ്. നമ്മൾ കണ്ട ക്ഷേത്രം ചെറിയ മഴയെ വന്നിട്ടുള്ളൂ. വെള്ളമൊക്കെ വന്ന് ഇങ്ങനെ ഉണ്ട് കിടക്കുന്ന. എപ്പോഴും ഒരു വെള്ളത്തിന്റെ പ്രശ്നം ഈ കുട്ടനാട്ടിൽ എപ്പോഴും ഉണ്ട്. അത് നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പോലും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ പലതുമുണ്ട്. പക്ഷെ അതും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ 4-ാം വാർഡാണ്. പേരെന്താ ചേട്ടാ? എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ. നമ്മളിവിടെ ഈ 4-ാം വാർഡില് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്? ഇല്ല. രാഷ്ട്രീയപരമായിട്ട് പറയുമ്പം CPI ഇവിടുന്ന് വിഘടിച്ചിരിക്കുകയാണ് പാർട്ടിയുമായിട്ട് എന്നുള്ളത്. അത് ഇത്രമാത്രം അവർ പറയുന്ന രീതിയിൽ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് രാമങ്കരി എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പ്രത്യേകിച്ച് CPM നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുന്ന് ഇപ്പോൾ ഈ CPI ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും അത് CPI പറയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു ജയം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അവർക്ക് ഒരിക്കലും ചെയ്യാൻ കിട്ടത്തില്ല. ഇല്ല, CPIക്കാരോട് ഇല്ല. ഇല്ല അല്ലേ? ഇല്ല. പാർട്ടിയിൽ നിന്ന് പോയ കുറച്ച് ആൾക്കാരുണ്ട്, അവര് പറയാൻ തിരിച്ചു വരികയും ചെയ്തു. പിന്നെ CPIക്കാരങ്ങനെ വലുതായിട്ടൊന്നുമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മുന്നണിയിൽ തന്നെ LDF തന്നെ ഒരു ഭിന്നത ഉണ്ടായിട്ടുണ്ട്. ആ ഭിന്നതയെ അത്ര കണ്ട് ബാധിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഒരു സാധാരണ വോട്ടറായ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനമായും നമ്മൾ ഈ ഉൾഗ്രാമങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടിവെള്ളം തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. കാരണം ആഴ്ചയിൽ 3-4 ദിവസം മാത്രം 2-3 ദിവസം മാത്രം ആണ് കുടിവെള്ളം കിട്ടുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത് രാമങ്കരിയിൽ. എന്തായാലും നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ കൃഷിയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ഏറ്റവും കൂടുതലായി ഉള്ളത്. അത്തരം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ വെള്ളവുമായി നിരന്തരം മല്ലിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ഇടം കൂടിയാണ് കുട്ടനാട്.